ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ഇപ്പോൾ +1 കടക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു ഡൗട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ് വരെയാണെങ്കിൽ CBSE എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് പഠിച്ചിട്ടുണ്ടാകും, കുറച്ച് പേര് സ്റ്റേറ്റ് സിലബസ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ +1 എത്തുന്ന സമയത്ത് ഈ CBSE സ്റ്റേറ്റിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? അതായത് രണ്ടുപേരും സെയിം ആണോ പഠിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക ചിലപ്പം NCERT SCERT എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അപ്പം CBSE സ്റ്റേറ്റിന് +1 എത്തുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? അത് രണ്ടുപേരും പഠിക്കുന്നത് സെയിം കാര്യങ്ങളാണോ? ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് CBSEയിൽ നിങ്ങൾക്ക് എന്ത് ഡിഫറൻസ് ആണ് സ്റ്റേറ്റിൽ നിന്നും ഉണ്ടാവുക, അല്ലെങ്കിൽ രണ്ടുപേർക്കും എന്താണ് കോമൺ ആയിട്ടുള്ളത്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ CBSEയിൽ പഠിച്ചു വന്ന ആളായാലും സ്റ്റേറ്റ് സിലബസ് 10ാം ക്ലാസ് വരെ നിങ്ങൾ CBSE ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾ +1 എത്തുന്ന സമയത്ത് നിങ്ങളുടെ മെയിൻ സബ്ജക്ട്സിൽ, അതായത് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഈ മെയിൻ സബ്ജക്ട്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിൽ യാതൊരു വ്യത്യാസവും ഇല്ല. എല്ലാം കംപ്ലീറ്റ്ലി സെയിം ആണ്. സിലബസിൽ വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ഈ 4 സബ്ജക്ട്സിന് സെയിം ആണ്. ഏതൊക്കെയാ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. ഓക്കെ, ഇനി ബാക്കിയുള്ള ഡിഫറൻസസ് ആണ് മിസ് ഇതേ പറയാൻ പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ CBSE ആണ്. ഇനിയിപ്പം നിങ്ങൾ 10ാം ക്ലാസ് വരെ CBSE ആണ് പഠിച്ചത്, +1 +2 നിങ്ങൾ CBSE ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് +1 ബോർഡ് എക്സാം ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്ക് +1 യാതൊരു എക്സാം ഉണ്ടാവില്ല. നിങ്ങളൊരു ബോർഡ് എക്സാം ഫേസ് ചെയ്യാൻ പോകുന്നത് +2 ആൻഡ് അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് നമുക്ക് സാധാരണ സ്റ്റേറ്റ് സിലബസിലുള്ള മക്കൾക്കാണെങ്കിൽ ഓണപരീക്ഷ ഉണ്ടാവും, ക്രിസ്മസ് പരീക്ഷ ഉണ്ടാവും. അങ്ങനത്തെ യാതൊരു എക്സാംസും നിങ്ങൾ CBSEയിലാണെങ്കിൽ ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ മക്കൾക്കാണെങ്കിൽ +1 ബോർഡ് എക്സാം ഉണ്ടാവും, +2 ബോർഡ് എക്സാം ഉണ്ടാകും. അതായത് നിങ്ങൾ +2 കഴിഞ്ഞ് അവസാനം നിങ്ങളുടെ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് +1 മാർക്കും +2 മാർക്കും ആഡ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ഓണം എക്സാം ഉണ്ടാവും, ക്രിസ്മസ് എക്സാമും ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും. ആൻഡ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അപ്പോൾ CBSEക്കാർക്ക് ഇതൊന്നും ഇല്ലേ? CBSEക്കാർക്ക് ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് നടത്തുന്ന വല്ല യൂണിറ്റ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ ഓണം എക്സാമിൻ്റെ അല്ലെങ്കിൽ ഓണത്തിൻ്റെ സമയത്ത് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും എക്സാംസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഒഫീഷ്യലി നിങ്ങൾക്ക് +1 യാതൊരു എക്സാംസും ഇല്ല. +2 നിങ്ങൾക്കൊരു ബോർഡ് എക്സാം വരുന്നത്. അപ്പോൾ എക്സാമിൻ്റെ കാര്യത്തിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. CBSE ആണെങ്കിൽ നമുക്ക് +2 മാത്രമാണ് ബോർഡ് എക്സാം ഉണ്ടാവുക. സ്റ്റേറ്റിനാണെങ്കിൽ +1 +2 ബോർഡ് എക്സാം ആണ്. അതുകൂടാതെ ഇതേപോലത്തെ ഓണം എക്സാം, ക്രിസ്മസ് എക്സാം ഒക്കെ ഉണ്ടാവും. ഇനി മറ്റൊരു ഡിഫറൻസ് സബ്ജക്ട്സിൻ്റെ കാര്യത്തിലാണ്. CBSEയിലാണെങ്കിൽ നിങ്ങൾക്ക് 5 സബ്ജക്ട്സ് ആണ് ഉണ്ടാവുക. ഈ 5 സബ്ജക്ട്സ് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്. അതായത് നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ് മറ്റൊരു സബ്ജക്റ്റ് ഉണ്ടാവില്ല. ചില സമയത്ത് ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിലൊക്കെ ആണെങ്കിൽ അവർക്ക് 6 സബ്ജക്ട്സ് ഉണ്ടാകും. അതായത് ഈ പറഞ്ഞ മെയിൻ സബ്ജക്ട്സിൻ്റെ കൂടെ ഇപ്പം മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് കൂടാതെ ഒരു സെക്കൻഡ് ലാംഗ്വേജ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. മലയാളം എടുക്കണമെങ്കിൽ മലയാളം എടുക്കാം, ഹിന്ദി എടുക്കണമെങ്കിൽ ഹിന്ദി എടുക്കാം, അറബിക്കോ സാൻസ്ക്രിറ്റോ അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് എടുക്കാം. അതായത് ഒരു സെക്കൻഡ് ലാംഗ്വേജ് കൂടെ നിങ്ങൾക്ക് ഉണ്ടാവും. CBSEക്കാർക്കാണെങ്കിൽ അതുണ്ടാവില്ല. ഓക്കെ, പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മിസ് ഇപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് മെയിനായിട്ട് രണ്ടുപേർക്കും സിലബസിൽ ഡിഫറൻസ് ഒന്നും ഇല്ല. അതായത് നിങ്ങൾ പഠിക്കുന്ന സബ്ജക്ട്സിൽ ഡിഫറൻസ് ഇല്ല. അത് ഏതൊക്കെ സബ്ജക്ട്സാന്ന് പറഞ്ഞാൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ 4 സബ്ജക്ട്സിൽ ഇപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്താലും CBSE ഫോളോ ചെയ്താലും നിങ്ങൾ പഠിക്കുന്ന കണ്ടൻറ്റിൽ യാതൊരു വ്യത്യാസവും ഇല്ല. നിങ്ങളെല്ലാവരും പഠിക്കുന്ന ഒരേ ടെക്സ്റ്റ് ബുക്കാണ്, ഒരേ സിലബസാണ്. ഡിഫറൻസ് ഉള്ളത് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലാണ്. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ടാവും. CBSEയിലെ മക്കൾ പഠിക്കുന്ന ഇംഗ്ലീഷ് ആയിരിക്കില്ല സ്റ്റേറ്റ് സിലബസിലുള്ള മക്കൾക്ക് ഉണ്ടാവുക. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ടാവും. ഈ 2 സബ്ജക്ട്സിൽ മാത്രമേ നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റുള്ളൂ. ബാക്കി കംപ്ലീറ്റ് സബ്ജക്ട്സ്, ബാക്കി കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ 4 ഇംഗ്ലീഷ് അല്ല, മാത്സ്, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ഈ 4 സബ്ജക്ട്സ് സെയിം ആയിരിക്കും. കണ്ടൻറ്റിൽ ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, ആൻഡ് വേറൊരു കാര്യം CBSEക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ സ്റ്റേറ്റ് സിലബസ് അല്ലേ നല്ലത് എന്ന് ചിലപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ തോന്നുമായിരിക്കും. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ കുറച്ചുകൂടി ഈസി ആവില്ലേ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും
കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം നീറ്റ്, കീമ, JEE അങ്ങനത്തെ ഏതെങ്കിലും എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ CBSE ആണെങ്കിൽ നമ്മൾ CBSE +1 +2 പഠിക്കുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെയാണ് നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുക. അപ്പം നമ്മളുടെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് കുറച്ചുകൂടി സ്പീഡായിരിക്കും. ആൻഡ് ഇത് നിങ്ങളെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് സഹായിക്കും. കാരണം കോമ്പറ്റേറ്റീവ് എക്സാംസിന് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ CBSE ആണെങ്കിൽ എൻ്റെ മക്കൾക്ക് ഈ ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ടാവും. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാതെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ആകെ ഡിഫറൻസ് ഉള്ളത്. ബാക്കി നിങ്ങൾ പഠിക്കുന്ന കണ്ടൻറ് ആയിക്കോട്ടെ, ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, ആ സബ്ജക്ട്സിലൊന്നും വ്യത്യാസമില്ല. ഇംഗ്ലീഷിലും കമ്പ്യൂട്ടർ സയൻസിലും മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾക്ക് നിങ്ങൾക്കിപ്പോൾ CBSE ആണോ വേണ്ടത്, നിങ്ങൾക്ക് CBSE പഠിക്കാം. അതല്ല നിങ്ങൾക്ക് സ്റ്റേറ്റ് സിലബസ് ആണോ വേണ്ടത്, സ്റ്റേറ്റ് സിലബസ് പഠിക്കാം. ഒരു ഡിഫറൻസും ഇല്ല. അത് തന്നെ എൻ്റെ മക്കൾക്ക് ഇനി എക്സാമിനറിൻ്റെ കൂടെ പഠിക്കണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അഗ്നി ബാച്ച് ഉണ്ട്, CBSEക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് ഉണ്ട്, സ്റ്റേറ്റ് സിലബസിന് വേണ്ടിയിട്ടുള്ള ബാച്ച് ഉണ്ട്. കാരണം ഡിഫറൻസ് ഒന്നുമില്ല, ആകെ ഒരു ഇംഗ്ലീഷിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം എന്നുള്ള കാര്യം അതനുസരിച്ച് തന്നെ ഫോളോ ചെയ്യുക. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെ പറ്റി ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.